10 മില്യൺ ആൾക്കാർ കണ്ട് കേരളമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ പകർത്തി എഡിറ്റ് ചെയ്ത് കാറ്റിൽ പറത്തിയ രണ്ടുപേരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, ഭവനീഷ് ആൻഡ് അഭിഷേക്. എന്ത് തോന്നുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പകരം എങ്ങനെയായിരുന്നു ആ വീഡിയോ എടുത്തത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാം. വീഡിയോ എടുത്തത് അഭിയാണ്, ഞാൻ ഫോട്ടോ ആണ് എടുത്തത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ആ വെഡിങ് നടന്നത്. നമ്മൾ ഗ്രൂം സൈഡായിരുന്നു, ശരത്ത്, സുജിത്ത്. അവരുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു എടുത്തത്. അതൊരു ലോങ് വീഡിയോ ആയിരുന്നോ അതോ അങ്ങനെ പ്ലാൻ ചെയ്ത് നിങ്ങൾ എടുത്തതാണോ, എങ്ങനെയായിരുന്നു അത്? നമ്മൾ നോർമലായിട്ട് എല്ലാ വെഡിങ്ങിനും നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് ബ്രൈഡ് ഓഡിറ്റോറിയത്തിൽ ഇറങ്ങുന്ന അവരുടെ അച്ഛനമ്മോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഷോട്ടുകൾ നമ്മൾ എല്ലാ വെഡിങ്ങും നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അത് സാധനം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കാറ്. ഇത് അമ്പലത്തിൽ നിന്ന് അവരുടെ കാർ നിർത്തുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരം ഉണ്ടായി നടക്കാനായിട്ട്. അപ്പോൾ അത് ഒറ്റൊരു സിംഗിൾ ടേക്ക് ആയിട്ട് ഒരു 1.5 മിനിറ്റ് വീഡിയോ ആയത്. ഞാൻ അറിയാണ്ട് തന്നെ അത് 1.5 മിനിറ്റിന്റെ വീഡിയോ ആയത്. അപ്പോൾ അതിന്റെ അവസാനം, ആ വീഡിയോന്റെ അവസാനം ഉള്ള ഒരു മൂമെന്റ് ആണ് ഇപ്പോൾ ഇത്ര വൈറലായത്. 20-25 സെക്കൻഡാണ് മറ്റേ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കുന്നതും അത് ഉണ്ടായി കഴിഞ്ഞിട്ടാണ്. എല്ലാവരും ചിരിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. മാറിപ്പോയി. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര ഒരു റീച്ച് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇല്ല, ഞങ്ങള് പക്ഷെ ആ വീഡിയോ എടുത്തതിന് ശേഷം ഞങ്ങള് അവരെ ശരത്തിനോടും ഞങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഇതെന്തായാലും ഞങ്ങൾ റീലാക്കി ഇറക്കും, പോസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്ലൈ പറഞ്ഞു, ഇതെന്തായാലും 1 മില്യൺ എന്തായാലും ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ 1 മില്യൺ ക്രോസ് ചെയ്തായിരുന്നു. ഭയങ്കര റീച്ച് അപ്പൊ തന്നെ കിട്ടി. അപ്പൊ അത് നമ്മൾ പ്രതീക്ഷിച്ച കയ്യിൽ നിന്ന് പോയി. ഇത് മാത്രമല്ല, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡ്രോൺ ദൃശ്യങ്ങളും ആകെ ഇൻസ്റ്റഗ്രാം പടർത്തിയ ഒരാളാണ് ഭവനീഷ്. അപ്പോ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലെ, ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹൗ ബിഗ് ഈസ് യുവർ ടീം? ഞങ്ങളുടെ ക്രൂ എന്ന് പറയുന്നത് 6 പേര് എന്തായാലും ഉണ്ടാവും. കാരണം ഞങ്ങൾ ബോത്ത് സൈഡ് വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉണ്ട്. 2 ക്യാമറ, 2 വീഡിയോ, പിന്നെ അതിന്റെ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇറ്റ് ഡിപ്പെൻസ്. പിന്നെ ഓരോരോ വർക്കിനനുസരിച്ചിട്ട് നമ്മൾ ആൾക്കാർ കൂടും. അങ്ങനെ. അപ്പൊ കേരളത്തിൽ മാത്രമാണോ വർക്ക് എടുക്കുന്നത്? അല്ല സുഹൃത്തുക്കളെ, നമ്മളിപ്പോ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോ എന്തെങ്കിലും വർക്കിനാണോ വന്നത്? ഇവിടെ വരാറുണ്ടോ? ഇവിടെയും വർക്ക്സ് ഒക്കെ എടുക്കാറുണ്ടോ? ഉണ്ട്. ഞാനിപ്പോ വന്നതും ഒരു പ്രീ വെഡിങ് ഷൂട്ടിന് വേണ്ടിട്ട് വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും വന്നതാണ്. ഇതിന് മുന്നേയും ഇവിടെ വന്നിട്ടുണ്ട്, എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് നമ്മളെ ചിരിപ്പിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ ഷെയറിങ് സം ടൈം വിത്ത് അസ്. അപ്പോൾ വീഡിയോ ഇതുവരെ കാണാത്ത ആൾക്കാർ ഇവരുടെ പ്രൊഫൈൽ ടാഗ് ചെയ്തിടാം, അതിൽ പോയി വീഡിയോ കാണൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.